സ്നേഹവുമാ കുരിശിൻ താഴെ മറിയം മൊഴിയുകയായി. കണ്ണിൻ മുന്നിൽ സഹനം നിൽക്കുമ്പോൾ മറവിൽ മഹിമാവുണ്ടെന്നറിയുക നാം. കുരിശിൻ സഹനം പുണരാൻ വിമുഖതയാൽ ധരയിൽ തേങ്ങിക്കരയും തവസുതരേ, കുരിശിൻ മാറിൽ മരിയെ ചേർക്കണമേ, കുരിശിൻ മാറിൽ മരിയെ ചേർക്കണമേ. സഹനം മുഴുവൻ കൃപയും സ്നേഹവുമാ കുരിശിൻ താഴെ മറിയം മൊഴിയുകയായി. സഹനം മുഴുവൻ കൃപയും സ്നേഹവുമാ. കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. എബ്രായർ 13:6. 18 അംഗങ്ങളുണ്ടായിരുന്നു. ആ ഗ്രഹനാഥൻ ആവതും ശ്രമിച്ചിട്ടും തന്റെ കുടുംബത്തെ തീറ്റിപ്പോറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ആ കുടുംബത്തിന്റെ മൂത്ത പുത്രന്മാരായ ഡ്യൂററിനും അദ്ദേഹത്തിന്റെ അനുജൻ ആൽബർട്ടിനും ചിത്രകലയും വാസ്തുശില്പവും പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ തന്റെ പിതാവിന് അത് പഠിപ്പിക്കാൻ കഴിയുകയില്ല. ആ കുട്ടികൾ രണ്ടുപേരും അവരുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായുമില്ല. അങ്ങനെ രണ്ടുപേരും കൂടി ആലോചിച്ചു, നമുക്ക് എങ്ങനെ ചിത്രകല പഠിക്കാൻ പറ്റും. ചിത്രകല പഠിക്കണമെങ്കിൽ അക്കാലത്ത് ആ അക്കാദമിയിൽ ചേരുന്നവർക്ക് നല്ല പണം ചെലവാക്കേണ്ടതുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനത്തിലെത്തി. ഒരു നാണയമെടുത്ത് നമുക്ക് ടോസ് ചെയ്യാം. അതിൽ ആരാണോ വിജയിക്കുന്നത് അയാൾ 3 വർഷം ചിത്രകല പഠിക്കാൻ പോവുക. മറ്റേയാൾ അയാളുടെ ചിലവ് വഹിക്കുവാനായി തൊട്ടടുത്ത ഖനിയിൽ ജോലി ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ജ്യേഷ്ഠൻ ഡ്യൂറയും അദ്ദേഹത്തിന്റെ അനുജൻ ആൽബർട്ടും നാണയം ഇട്ട് നോക്കി. നാണയം കിട്ടിയത് ഡ്യൂറർക്കായിരുന്നു. അങ്ങനെ ഡ്യൂറർ തന്റെ ചിത്രകല അഭ്യാസത്തിനായി അക്കാദമിയിലേക്ക് പോയി. ജ്യേഷ്ഠനെ പഠിപ്പിക്കുവാൻ അനുജൻ ഖനിയിലേക്കും. ഡ്യൂറർ ഒരു മികച്ച പ്രതിഭാശാലിയായിരുന്നുകൊണ്ട് വളരെ വേഗം തന്നെ അക്കാദമിയിൽ പേരെടുത്തു. അദ്ദേഹത്തിന്റെ ചിത്രത്തിന് പ്രചാരം കൈവന്നു. അങ്ങനെ 3 വർഷം കൊണ്ട് ആ അക്കാദമിയിലെ ഏറ്റവും മികച്ച വിദഗ്ധനായ വിദ്യാർത്ഥിയായി അയാൾ മാറി. അയാളുടെ ചിത്രകലയ്ക്ക് ലോകമെങ്ങും പ്രശസ്തി ആർജിച്ചു. അങ്ങനെ 3 വർഷത്തെ പഠനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരും നാട്ടുകാരും അദ്ദേഹത്തിന് വലിയ ഒരു വിരുന്ന് നൽകി. ഈ വിരുന്നിൽ വെച്ച് ഡ്യൂറർ താൻ എങ്ങനെയാണ് പഠിച്ചതെന്നും തന്റെ പ്രിയപ്പെട്ട അനുജൻ തനിക്ക് വേണ്ടി ഈ ഖനിയിൽ ജോലി ചെയ്താണ് തന്നെ പഠിപ്പിച്ചതെന്നുമുള്ള വാർത്ത ഹൃദയാർദ്രതയോടെ അവതരിപ്പിച്ചു. അത് തന്റെ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിച്ച് ഇങ്ങനെയായിരുന്നു: ഇനി ഞാൻ അവന്റെ പഠന ചെലവ് വഹിക്കും, അവനെ ചിത്രകലാ അധ്യാപകനാക്കും. അപ്പോൾ അനുജൻ ആൽബർട്ട് തന്റെ വിരലുകൾ കാണിച്ചിട്ട് പറഞ്ഞു, ഖനിയിൽ ജോലി ചെയ്ത് എന്റെ വിരലുകൾ മുഴുവൻ സൂക്ഷിച്ചു പോയി ജ്യേഷ്ഠ, എനിക്കിനി ചിത്രകല പഠിക്കാൻ കഴിഞ്ഞില്ല. അനുജന്റെ വിരൽ കണ്ടതും ഡ്യൂറർ ഏങ്ങലടിച്ചു കരഞ്ഞു. ആ 2 കൈകളും ചേർത്ത് പിടിച്ച് ഡ്യൂറർ പിന്നീട് മനോഹരമായ ഒരു ചിത്രം വരച്ചു. ആകാശത്തേക്ക് നോക്കി കൈകൂപ്പി നിൽക്കുന്ന ചിത്രം. ആ ചിത്രത്തിന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന കരം എന്ന പേരും നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്നും ലോകമെങ്ങുമുള്ള പല അക്കാദമികളിലും ഈ ചിത്രം ഇന്നും സൂക്ഷിച്ചു വെക്കുന്നു. പ്രാർത്ഥിക്കുന്ന കരങ്ങൾ എന്ന അടിക്കുറിപ്പോടെ. ആ പ്രാർത്ഥിക്കുന്ന കരങ്ങളാണ് ഡ്യൂറെ എന്ന മഹാനായ ഒരു ചിത്രകാരനെ വാർത്തെടുത്തത്. അത് പ്രാർത്ഥിക്കുന്ന കരങ്ങളായിരുന്നില്ല, അധ്വാനിക്കുന്ന കരങ്ങളാണ്. ഓരോ അധ്വാനിക്കുന്ന കരങ്ങളും പ്രാർത്ഥിക്കുന്ന കരങ്ങളെക്കാൾ കരുത്തുറ്റതാണ് എന്ന് ഡ്യൂറർ ആൽബർട്ട് നമ്മളോട് പറയുന്നു. ആൽബർട്ട് തന്റെ ജ്യേഷ്ഠനു വേണ്ടി തന്റെ കരങ്ങളെ നഷ്ടപ്പെടുത്തിയപ്പോഴാണ് നമുക്ക് മനോഹരമായ ഡ്യൂറർ ഓട്ടോയിൽ നിന്നിറങ്ങിയിരുന്ന ആളെ ലെപ്രസി ബാധിച്ച്, ക്യാൻസർ ബാധിച്ച് പ്രയാസത്തിൽ പോകുന്ന ഒരുപാട് അനാഥരായ കുട്ടികളെ സംരക്ഷിക്കാനായിട്ട് ഈ അമ്മ തെരുവുകളിൽ പോയി യാചിക്കുമായിരുന്നു. ഈ അമ്മയുടെ യാചന പലപ്പോഴും ഒരുപാട് ഇൻസൾട്ട് ഒക്കെ ഈ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു ബാഗ് നീട്ടിയപ്പോൾ ഒരു ഷോപ്പ് കീപ്പർ ഈ മുഖത്ത് നോക്കി തുപ്പിയ ഒരു കഥയുണ്ട്. നമ്മുടെയൊക്കെ മുഖത്ത് ഒരാൾ തുപ്പിയാൽ നമ്മൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് ചെയ്യുക? റെസ്പോൺസ് അറ്റ്ലീസ്റ്റ് മിനിമം ദേഷ്യമെങ്കിലും വരില്ലേ?
ഈ അമ്മ ചെയ്തെന്തെന്നറിയോ? ഈ വലത് കൈയിലിരുന്ന ഈ ബാഗ് എടുത്ത് ഇടത് കൈയിലാക്കിയിട്ട് ഈ വലത് കൈ വെച്ച് ആ തുപ്പൽ മുഖത്ത് തുടച്ച് വീണ്ടും ഈ ബാഗ് നീട്ടുകയാണ്. കുറച്ച് അരി തരുമോ എന്ന് ചോദിച്ചു. കാരണം അമ്മയുടെ വിഷയം തുപ്പലോ ഈഗയോ അവരുടെ സ്റ്റാറ്റസോ ഒന്നുമല്ല. നിരാലംബരായ കുറെ മനുഷ്യരെ സംരക്ഷിക്കുക എന്നൊരു തീരുമാനമെടുത്ത് അങ്ങനെ ഇറങ്ങി തിരിച്ച ഒരു ജേണിയായിരുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി ഫൗണ്ടേഷൻ മദർ തെരേസയുടെ പേരിൽ. ലീഡർ സക്സസ്ഫുൾ ആകുന്ന ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ആയിരിക്കണമെന്നില്ല. നമ്മുടെ ലീഡർഷിപ്പ് സക്സസ് ഒരു കാലത്ത് നഗരം അസൂയയോടെ നോക്കിയ ഒരു യുവ സംരംഭകൻ. അവൻ പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ അവൻ നിരാശയിലായി. ദൈവത്തോടും ലോകത്തോടും അവൻ പരാതിപ്പെട്ടു. ദൈവമേ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു വിധി? ശക്തമായി പോരാടുന്ന എന്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി എന്തിനീ പരീക്ഷണം? അവന്റെ വാക്കുകൾ നിരാശയുടെ കയത്തിൽ മുങ്ങിത്താഴുമ്പോഴാണ് ജനാലക്കരികിൽ നിഴൽ പോലെ ഒരു വൃദ്ധൻ പ്രത്യക്ഷപ്പെട്ടത്. നിന്റെ കഷ്ടപ്പാടുകൾ എന്ന് തീരുമെന്നാണോ നിനക്ക് അറിയേണ്ടത്? വൃദ്ധന്റെ ചോദ്യം കേട്ട് അയാൾ ഞെട്ടിത്തെറിച്ചു. തന്റെ ഉള്ളിലെ ചിന്തകൾ എങ്ങനെ ഇയാൾ അറിഞ്ഞു? അയാൾ അറിയാതെ വിതുമ്പി, എന്റെ ഈ ദുരവസ്ഥ എപ്പോൾ അവസാനിക്കും? വൃദ്ധൻ ആകാശത്തേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു, ഒരിക്കലും തീരില്ല. നിന്റെ വിധിയിൽ ഇനിയും ഇരുട്ട് തന്നെ ആയിരിക്കും. അയാളുടെ മുമ്പിൽ ലോകം നിശ്ചലമായി. അവസാന പ്രതീക്ഷയും അണഞ്ഞുപോയ നിമിഷം. അപ്പോൾ വൃദ്ധൻ തുടർന്നു, ഈ ഇരുട്ടിലും നിനക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഓരോ ശ്വാസത്തിനും, നിനക്ക് ലഭിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിനും, നിനക്ക് ബാക്കിയുള്ള ഈ ജീവനും നന്ദി പറയുക. ദൈവമേ നന്ദി. ഇതൊരു മന്ത്രമായി ഉരുവിടുക. ആ വാചകം കേട്ട് അയാൾ കുപിതനായെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടവന് ഇനി എന്തു നോക്കാനെന്ന ചിന്തയിൽ അയാൾ വൃദ്ധന്റെ വാക്കുകൾ അനുസരിക്കാൻ തീരുമാനിച്ചു. വിശപ്പടക്കാൻ ഒരു കഷ്ണം റൊട്ടി കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു നന്ദി. തല ചായ്ക്കാൻ ഒരു ഇടം കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു നന്ദി. ദാഹമകറ്റാൻ ഒരു തുള്ളി വെള്ളം കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു നന്ദി. പരാതികൾ അവസാനിച്ചപ്പോൾ അയാളുടെ തലച്ചോറിലെ ആകുലതകൾ ഒഴിഞ്ഞു. അതിജീവനത്തിനുള്ള പുതിയ ആശയങ്ങൾ അവിടെ മുളപൊട്ടി. തന്റെ പരാജയപ്പെട്ട സംരംഭത്തിന്റെ തെറ്റുകൾ അവൻ തിരിച്ചറിഞ്ഞു. അവനോട് പൊരുത്തപ്പെടാൻ തയ്യാറായ പുതിയ സുഹൃത്തുക്കൾ അവനെ തേടിയെത്തി. മാസങ്ങൾക്കകം ചാരത്തിൽ നിന്നും പുനർജനിക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ അവൻ വീണ്ടും വിജയിച്ചു. ഒടുവിൽ വൃദ്ധൻ വീണ്ടും അവനെ കാണാനെത്തി. അവൻ ചോദിച്ചു, ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ എന്റെ വിധി എങ്ങനെ മാറി? വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിധി മാറിയില്ല, നീയാണ് മാറിയത്. സാഹചര്യങ്ങളെ മാറ്റാൻ നീ ശ്രമിച്ചപ്പോൾ നിനക്ക് പരാജയങ്ങൾ മാത്രമേ ലഭിച്ചുള്ളൂ. എന്നാൽ നിന്റെ മനോഭാവം മാറിയപ്പോൾ നീ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റി. വഴങ്ങാത്ത കാലത്തോട് മത്സരിക്കുന്നതിനേക്കാൾ ബുദ്ധി കാലത്തിനനുസരിച്ച് സ്വയം പുനഃക്രമീകരിക്കുക എന്നതാണ്. നിന്റെ മനോഭാവം മാറിയപ്പോൾ നീ സാഹചര്യങ്ങളുമായി കലഹിക്കുന്നത് നിർത്തി. അതോടെ നിന്റെ സർഗാത്മകത ഉണർന്നു. നീ പുതിയ അവസരങ്ങൾ കണ്ടെത്തി. നമ്മുടെ ജീവിതത്തിലും തിരുത്താൻ കഴിയാത്ത സാഹചര്യങ്ങളെ തിരുത്താൻ ശ്രമിക്കുന്നത് സമയം കളയുന്നതിനും ആത്മവിശ്വാസം തകരുന്നതിനും കാരണമാകും. പ്രശ്നങ്ങളെ നോക്കുന്ന രീതി മാറ്റിയാൽ പ്രശ്നങ്ങൾ തന്നെ ഇല്ലാതാകുന്നു. പരാതികൾക്ക് പകരം നന്ദി പറയുന്ന മനസ്സ് പുതിയ അവസരങ്ങൾ തുറക്കും. കാലം നമുക്ക് വേണ്ടി മാറില്ല, പക്ഷെ നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ില്ലാത്തവൻ എങ്ങനെ തോൽക്കുവാൻ അവസരമുണ്ട്? തോൽക്കുവാൻ പോലും അവസരമില്ലെങ്കിൽ വിജയം എങ്ങനെ സാധ്യം? തോൽക്കാൻ പഠിക്കണമെന്നേ തോൽവി അംഗീകരിക്കുവാൻ, സമ്മതിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ പഠിക്കണം. തോൽക്കണം, ഭൂലോക തോൽവിയാകണം. അതിൽ നിന്നും വീണ്ടും പഠിക്കണം. തോൽവി ജയത്തിലേക്കുള്ള ചവിട്ടുപടികളാകുന്നില്ല, തോൽവിയിൽ നിന്നും ഉൾക്കൊള്ളുന്ന പാഠങ്ങളാണ് ചവിട്ടുപടികളാകുന്നത്.
പാഠങ്ങൾ ഉൾക്കൊള്ളാത്ത പക്ഷം തോൽവികൾ അങ്ങനെ അങ്ങ് നിൽക്കും. അതിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. വിവേകമുള്ള മനുഷ്യൻ തോൽവിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. പൊരുതണമെന്നേ, വെട്ടിപ്പിടിക്കണമെന്നേ, തോൽവി എന്ന അടിത്തറമേൽ നിന്നുകൊണ്ട് ഒരു പടുകൂറ്റൻ വിജയം പണിതുയർത്തണം. തോൽവികൾ ഏറ്റുവാങ്ങുവാൻ ഇറങ്ങിത്തിരിച്ചവർക്കാണ് വിജയങ്ങളുടെ കഥ പറഞ്ഞു തീരുക. ഇറങ്ങിത്തിരിക്കുവാൻ പേ പിടിച്ച ഒരു നായയെ കണ്ടു. അതിനെ ഒഴിവാക്കാനായി ഉടൻ തന്നെ കടുവ വഴിമാറി നടന്നു. ഇത് കണ്ട കുട്ടിക്കടുവ ചോദിച്ചു. സിംഹത്തോട് പോരാടാനും വേട്ടക്കാരെ എതിരിടാനും ധൈര്യമുള്ള അച്ഛൻ ആ പേ പിടിച്ച നായയെ കണ്ട് വഴിമാറി നടന്നതെന്തിന്? വലിയ നാണക്കേടായിപ്പോയി. കടുവ മറുപടി പറഞ്ഞു, പേ പിടിച്ച നായയോട് എതിരിട്ട് ധീരനാകേണ്ട ആവശ്യമുണ്ടോ? അഥവാ അതിന്റെ കടിയേറ്റാൽ വലിയ അപകടമുണ്ടാവില്ലേ? കുട്ടിക്കടുവയ്ക്ക് കാര്യം മനസ്സിലായി. കടുവ തുടർന്നു, പിന്നെ എന്തിനാണ് അനാവശ്യമായി ഒരു നായയോട് എതിരിടാൻ പോകുന്നത്? ജീവിതത്തിൽ എതിരാളികളായി വരുന്ന എല്ലാവരും നമുക്ക് തക്ക മൂല്യമുള്ളവരാകണമെന്നില്ല. യുക്തിരഹിതമായി തർക്കിക്കാൻ വരുന്നവരെ ഒഴിവാക്കി പുഞ്ചിരിയോടെ നടന്നു നീങ്ങുക. ഒരു കടുവ തന്റെ യാത്രാമധ്യേ സ്ത്രീകൾക്ക് കഴിയുന്ന ഒരു ദൗത്യം, ഒരു കുഞ്ഞിനെ വളർത്താനുള്ള ദൗത്യം. എന്നാൽ കുട്ടിക്ക് പാലല്ല ആവശ്യം, വിശ്വാസമാണ് വേണ്ടത്. കാരണം അരൂപിയിലാണ് അവൻ ശിശുവായിരിക്കുന്നത്. ഒരു സ്ത്രീ എപ്പോഴും ഒരു അമ്മയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവൾക്കറിയാം. അവൾക്ക് കാര്യം മനസ്സിലായാൽ പിന്നെ മാതൃസഹജമായ കാരുണ്യത്തിന്റെ ശക്തിയാൽ അവൾ പുരുഷനെ പോലെ തന്നെ സമർത്ഥയാണ്. ഇസ്രായേൽക്കാരായ നമ്മൾ
നമ്മൾ മാത്രമല്ല, സ്ത്രീകളെ താഴ്ന്നതരം സൃഷ്ടികളായിട്ടാണ് കരുതുന്നത്. അതാണ് പാരമ്പര്യം. അവൾ പുരുഷന് അധീനനായി കഴിയുന്നു. അത് നീതിയാണ്. ഹവ്വായുടെ പാപത്തിന് അവൾ കൂടുതൽ ശക്തമായി പ്രചരിക്കപ്പെട്ടു. അവളുടെ ദൗത്യം നിർവഹിക്കപ്പെടുന്നത് വിരികളുടെ മറയിലും മങ്ങിയ പ്രകാശത്തിലുമാണ്. പ്രസിദ്ധിയാർജിക്കാതെയുള്ള വാക്കുകളും പ്രവൃത്തികളുമാണ് അവളുടേത്. അവളിൽ സംഭവിക്കുന്നതെല്ലാം ഒരു തിരശീല കൊണ്ട് അവളെ ശ്വാസം മുട്ടിക്കുന്നു. ഇങ്ങനെയെല്ലാം ആണെങ്കിലും അവൾ പുരുഷനേക്കാൾ കഴിവും ശക്തിയും കുറഞ്ഞവളല്ല. ഇസ്രായേലിലെ പ്രസിദ്ധിയാർജിച്ച സ്ത്രീകളെ കൂടാതെ തന്നെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ വലിയ ശക്തിയുണ്ടെന്ന് ഞാൻ പറയുന്നു. അവളുടെ ഹൃദയത്തിൽ ശക്തിയുണ്ട്. പുരുഷന്മാർക്ക് ബുദ്ധിശക്തി ഉള്ളതുപോലെ സ്ത്രീയുടെ സ്ഥിതിക്ക് വ്യത്യാസം വരാൻ പോവുകയാണ്. പാരമ്പര്യ രീതികളിലും മറ്റനേകം കാര്യങ്ങളിലും വ്യതിയാനമുണ്ടാകും. അങ്ങനെ സംഭവിക്കുക നീതിയാണ്. കാരണം ഒരു സ്ത്രീക്ക് കൃപാവരവും രക്ഷയും നേടും. എല്ലാ പുരുഷന്മാർക്കുമായി ഞാൻ നേടുന്നത് പോലെ അവൾ സ്ത്രീകൾക്ക് പ്രത്യേകമായി രക്ഷ നേടിക്കൊടുക്കും. ദൈവത്തിന്റെ സ്വരം ഇങ്ങനെ പറഞ്ഞു: നീയും സ്ത്രീയുമായി ഞാൻ ശത്രുത ഉളവാക്കും. അവൾ നിന്റെ തല തകർക്കും. നീ അവളുടെ കുതികാലുകൾക്ക് കെണിവെക്കും. കെണികൾ വയ്ക്കുക മാത്രം. കാരണം ശത്രുവിനെ പരാജയപ്പെടുത്താനുള്ളതെല്ലാം സ്ത്രീക്കുണ്ട്. അതിനാൽ അവൾ ഉത്ഭവം മുതൽ രക്ഷിക്കുകയാണ്. മറഞ്ഞിരിക്കുന്നതെങ്കിലും പ്രവർത്തനനിരതമായ രക്ഷ. എന്നാൽ വേഗം തന്നെ അവൾ ലോകത്തിൽ അറിയപ്പെടും. സ്ത്രീകൾ അവൾ വഴി ശക്തരാക്കപ്പെടും. അമ്മേ മേരി മാതാവേ, ആശ്രയമേ ഗണമേ, ആശ്രയമേ ഗണമേ. ജീവന്റെ ജീവിതവാടികളിൽ നിത്യശാന്തിയേ ഗണമേ. അമ്മേ മേരി മാതാവേ, അമ്മേ മേരി മാതാവേ. മർത്യകുമാരന് ജന്മം നൽകിയ പുണ്യവതിയല്ലോ. എൻ വേദനകളിൽ കാരുണ്യത്തിൻ കതിർമഴ ചൊരിയണമേ, കതിർമഴ ചൊരിയണമേ. അമ്മേ മേരി മാതാവേ, അമ്മേ മേരി മാതാവേ. എന്നും ധന്യയല്ലേ അമ്മേ യെരൂശലേം നായികയല്ലേ. നിൻ പദം കുമ്പിട്ടു പാടുന്നു ഞങ്ങൾ നിത്യസഹായനാഥേ, നിത്യസഹായനാഥേ. അമ്മേ മേരി മാതാവേ, അമ്മേ മേരി മാതാവേ. ആശ്രയമേ ഗണമേ, ആശ്രയമേ ഗണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് നൈറ്റ്.